21 മുതൽ മെയ് 23 വരെ എന്റെ കേരള. ഈ എൻ്റെ കണ്ടിട്ട് താങ്ക് യു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗുഡ് മോർണിംഗ് ടു എവറി വൺ. എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇന്ന് മമ്മി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മി അതുപോലെ സേബൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ അർജൻറ്റായിട്ടൊന്ന് ചെല്ലണം. അപ്പോൾ എന്താണ് വീട്ടിൽ ഇത്ര അർജൻറ്റായിട്ട് ചെല്ലേണ്ട ആവശ്യം എന്ന് എനിക്കറിയില്ല. ബട്ട് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് ഇത്ര എൻ്റെ ആവശ്യം വീട്ടിൽ ഇത്ര അർജൻറ്റായിട്ടാണ്. ഓക്കെ, കമോൺ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ആദ്യമൊന്ന് ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ ആകെ ഡല്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പല്ല് തേക്കും. ഫേസ് വാഷ് ഇട്ടതിന് ശേഷമാണ് നമുക്ക് പല്ല് തേക്കാറുള്ളത്. അങ്ങനെ നമ്മൾ പോവുകയാണ്. ആൻഡ് ഫൈനലി നമ്മൾ പോയി തുടങ്ങി. നമ്മൾ കരുവാര കൊണ്ട് അങ്ങ് എത്താനായിട്ടുണ്ടായിരുന്നു. ഏകദേശം എൻ്റെ ഫോണും ഡെഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരാൾ തേങ്ങ പറിക്കാണ്. ഗായ്സിനെ കണ്ടിട്ട് ഓടി വരുന്നതിൻ്റെ കുഞ്ഞുമാനാണെങ്കിൽ കാണത്. നമ്മൾ ആജുമായി കണ്ടിട്ടുണ്ട്. ഹലോ പറഞ്ഞ ഗായ്സ്, ഹലോ ഗായ്സ് പറഞ്ഞ ഹലോ. അങ്ങനെ ഫൈനലി ഞാൻ എത്താനുള്ള കാരണം ഇതാ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തായാലും കഴിക്കാനുള്ള സാധനമായിരിക്കും എന്ന് ഉറപ്പല്ലോ. യെസ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എല്ലായ്പ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് പിസ്താഷ്യൂ കുനാഫ ആൻഡ് ചോക്ലേറ്റ്. അപ്പം അത് ബ്രദർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞറിഞ്ഞ് വന്നതാണ് ഞാൻ. അപ്പോൾ നമ്മളെ പെരിന്തമണ്ണ നിൽക്കുന്നത് ബസ് ഓട്ടോറിക്ഷ വിളിച്ച് വന്നത് ഒരു സാധനം കഴിക്കാനാണ്. ഈ സാധനം ദിസ് ഈസ് കുനാഫ പിസ്താഷ്യൂ ചോക്ലേറ്റ്. സോ ഇത് കഴിക്കാനാണ് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് തെറ്റ് വന്നിട്ടില്ല. അപ്പം നമുക്കിത് എന്താണ് കഴിച്ചത്. ഓക്കെ. സോ ഗായ്സ്, ഇതിൻ്റെ ബാക്കി ഒരു തിന്നിരുന്നു. എനിക്ക് ബാക്കി വെച്ചതാണിത്. അപ്പോൾ ഇതാണ് സാധനം. ഇതിൽ കുറേ ബാറിനൊക്കെ ഇവിടെ തിന്നിരുന്നത്. ഇത് എനിക്ക് എടുത്ത് വെച്ച ബാറാണ്. സോ നമുക്ക് നോക്കാം. ഓക്കെ. വാവ്, ഇതിനുള്ള നല്ല ഫീലിങ്സ് ഉണ്ട് ഗായ്സ്. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ. ഇനി കുറച്ച് അടുത്തോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ വീഡിയോ നോക്കിയപ്പോൾ ഇതാണ് ആളെടുത്ത വീഡിയോ. അതിനിടയിൽ ലാസിൻ്റെ ഒരു സ്റ്റീൽ ബോഡിയും. വീഡിയോ വൃത്തിയായി. കഴിക്കലൊന്നും ആസ്വദിച്ചു വന്നിരുന്നു. ബട്ട് ദ എക്സാക്ട് സൗണ്ട് ഈസ് ദിസ്. മാട് പോലും ഇതിനേക്കാൾ നന്നായി സൗണ്ട് ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഒരു അനുമാനം. എന്താ ചുണ്ടൊക്കെ ഇങ്ങനെ പുച്ചിക്കണത്? കണ്ണട എങ്ങാനും ചാട് വിചാരിച്ചോ. ചുണ്ടടക്കമുള്ള റെഡിയാക്കിന്. കാണുന്നുണ്ടോ എന്തെങ്കിലും? എന്താ കാണണേ? വേറെ ആരും കാണുന്നില്ല? എനിക്ക് എന്നെ കാണില്ലേ? ആലോചിച്ചു റബ്ബിയെ കാണുന്നുണ്ടോ? ഈ എൻ്റെ കണ്ടിട്ടിന് താങ്ക് യു. ചിച്ചാ അങ്ങനെ വന്ന കർമ്മം കഴിഞ്ഞ സ്ഥിതിക്ക് നാം തിരിച്ചു പോവുകയാണ് പെരിന്തമണ്ണയിലോട്ട്. അപ്പോൾ മമ്മിയും പപ്പയും എന്തൊക്കെ ചില്ലറ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഓലിൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട്. അതിന് മമ്മിയും പപ്പയും കൂടി എന്നെ കിഴക്കതെല്ലാം ആക്കി തരുമ്പോൾ എന്നിട്ട് നാം ഇന്ന് ബസ്സിന് പോകണം. അതിനിടയിൽ മമ്മിക്ക് ഷൂ വാങ്ങാണ്ടെന്നുണ്ട്. നമ്മളങ്ങനെ ഷൂ വാങ്ങാൻ കയറി. ഒന്നെങ്കിൽ മമ്മീൻ്റെ കാലിന് സൈസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സൈസില്ലാതെ മമ്മിക്ക് പറ്റില്ല. അതിന് ഫൈനലി നമ്മൾ കുറച്ച് വെയിലൊക്കെ കൊണ്ട് അവസാനം ഒരു ഷൂ ഒക്കെ റെഡിയാക്കി മമ്മീനെ സംതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. പേഴ്സണലി നമ്മൾ പെരുന്തമണ്ണെന്ന് വരുമ്പോൾ മമ്മിക്ക് വാങ്ങണം, അതാണ് പരിപാടി. അങ്ങനെ ഫൈനലി രാത്രിയായി നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെബിക്ക് ഞാൻ കുനാഫ പിസ്താഷ്യൂ ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഓനക്കാണെങ്കിൽ പോലും അതും നോമ്പുടെ വായിലോട്ട് ഇടുക എന്നുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യം. അങ്ങനെ ബാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ബാസ് ഞാൻ ആദ്യം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ശരിക്കും എടുത്ത് കിട്ടിയില്ല. അങ്ങനെ അത് നമ്മളൊന്ന് കഴിക്കട്ടെ. അപ്പോഴേക്കും വിശപ്പിൻ്റെ ഉള്ളി എവിടെ നിന്നാണ് വന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പം നമ്മളങ്ങനെ ഷോപ്പിൽ കയറി നല്ലൊരു ചിക്കൻ സൂപ്പിയാണ് കഴിച്ചത്. ആ ചിക്കൻ്റെ ഒരു പീസൊക്കെ എടുത്ത് ആ റൈസിലിങ്ങനെ വെച്ചിട്ട് നമ്മൾ വായിക്കണ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ, ഓൻ്റെ മോനെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനും ഷെബി കൂടി തുടരും കാണാൻ എഗെയിൻ വന്നേക്കാണ്. ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഷെബി കണ്ടിട്ടില്ല. അപ്പോൾ ഷെബിക്ക് കമ്പനിക്ക് വീണ്ടും ഞാൻ തുടരും കാണാൻ ഞാൻ പോന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ട്വിസ്റ്റുള്ളിടത്തൊക്കെ എന്ത് ചെയ്യാം, ഓനക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഓൻ്റെ ആ ട്വിസ്റ്റും ആ ഫിലിം കാണാനുള്ളൊരു വൈബാണ് കളയാന്നുള്ളതാണ് എൻ്റെ ഏകദേശം എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന് വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഷെബിക്കൊന്നും കഴിക്കാൻ വേണ്ടാവുന്നു, എനിക്ക് കഴിക്കലും ഉറങ്ങലൊക്കെ ആവുമല്ലോ, കാരണം രണ്ടാമത്തെ പ്രാവശ്യമല്ലേ, സീനൊന്നും മിസ്സാവില്ലല്ലോ. അങ്ങനെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ കഴിച്ച് നമ്മൾ പിരിഞ്ഞു.